സംസ്ഥാനത്ത് പ്രിയദർശിനി പദ്ധതി നടപ്പാക്കിയതിലൂടെ വലിയ രീതിയിലുള്ള വരുമാന നഷ്ടം KSRTCക്ക് ഉണ്ടായെന്നുള്ള വിവരങ്ങൾക്കൊപ്പമാണ് ടിക്കറ്റേതര വരുമാനം കൂടി നേടാനാകാതെ പോകുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നത്. അതായത് പ്രിയദർശിനി പദ്ധതിയിലൂടെ 14 ലക്ഷം സ്ത്രീകളാണ് ഒരു ദിവസം ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നുള്ള കണക്കുകൾ വരുന്നുണ്ട്. അതേസമയം തന്നെ നഷ്ടങ്ങൾ നികത്താനായി ടിക്കറ്റേതര വരുമാനമായി മാർഗത്തിലൂടെ, അതായത് പരസ്യത്തിലൂടെ തന്നെ വരുമാനം നേടാമെന്നുള്ളൊരു കണക്കുകൂട്ടലായിരുന്നു KSRTC. സർക്കാർ അത്തരത്തിലുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ചെങ്കിലും അത് നടപ്പായിട്ടില്ല എന്നുള്ള വിവരമാണ് വരുന്നത്. അതിൽ പ്രധാനമായുള്ള കാരണം ഈ ടിക്കറ്റിൻ്റെ പിന്നിൽ പരസ്യങ്ങൾ പതിപ്പിക്കുന്നതിലൂടെ തന്നെ കൂടുതൽ ആളുകൾ കാണും. ബസ്സിൻ്റെ സീറ്റിന് പിന്നിൽ പരസ്യങ്ങൾ വയ്ക്കുക എന്നടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വാടക കുറഞ്ഞ് അധികം ആളുകൾ എടുക്കാത്ത കടമുറികൾ അതുപോലെയുള്ള കെട്ടിടങ്ങളിലൊക്കെയും ഇരിപ്പിടങ്ങൾ സൗകര്യങ്ങളും ഒരുക്കുന്നതും ഡോർമെറ്ററി അടക്കം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുണ്ടായിരുന്നു. അതും നടപ്പായിട്ടില്ല. അതേസമയം തന്നെ ദൂരയാത്ര ബസ്സുകളിൽ TV ഘടിപ്പിക്കുന്നതും അതിലൂടെ പരസ്യം കാണിച്ച് കൂടുതൽ ആളുകളിലേക്ക് പരസ്യങ്ങൾ എത്തിക്കുമെന്നുള്ള കണക്കൂട്ടലും ഉണ്ടായിരുന്നു. അതും ഫലം കാണാതെ പോയി. അതുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രാക്റ്റുകളും ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതേസമയം തന്നെ കൂടുതൽ സർവീസ് നടത്തുന്ന ഇടങ്ങളിലേക്ക് ബസ്സുകൾ കൂടുതൽ നിരത്തിലിറക്കാമെന്ന് വെച്ചാൽ തന്നെ പഴയ ബസ്സുകളാണ് കൂടുതലുള്ളത്. അതും ഒരു തിരിച്ചടിയാണ്. ഏതായാലും ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ KSRTCക്ക് വലിയ പ്രതിസന്ധി നേരിടുകയാണ്. പ്രിയദർശിനി എന്നുള്ള പദ്ധതി വലിയ വിജയമായി. പക്ഷേ അതിലൂടെ ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ ഇതുവരെയും KSRTCക്ക് ഒരു തരത്തിലുള്ള മാർഗത്തിലൂടെയും കഴിയുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.